ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീന ഉബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റായ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. 250 ml 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അങ്ങനെ അളന്നെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒക്കെ അങ്ങനെ കണക്കൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ അതാ ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് ഒരു 6-7 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതാ ഞാൻ അരി നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് അങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത്, നമ്മൾ അരി എടുത്ത ആ കപ്പില്ലേ, ആ കപ്പിന് 1 കപ്പ് ഉഴുന്ന് കൂടി വേണം. അതായത് 250 ml കപ്പിൽ ഞാൻ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ഉലുവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കഴുകി ഒന്ന് ഇതുപോലെ അരി ഇട്ട് വെച്ച പോലെ തന്നെ ഒരു 6-7 മണിക്കൂർ നമ്മൾക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഉഴുന്ന് ഞാൻ നല്ല കഴുകിയതിന് ശേഷം ഉഴുന്നും ഉലുവയും കൂടി നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഉഴുന്നൊക്കെ ആട്ടുമ്പോൾ മിക്സി പെട്ടെന്ന് ചൂടായി കിട്ടൂല. അപ്പോൾ നല്ലതായി നമ്മൾക്ക് പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് മാവ് കിട്ടുകയും ചെയ്യും. അരിയും ഉഴുന്നും ഒക്കെ കഴുകിയതിന് ശേഷം ഇതാ ഞാൻ രണ്ടും ഓരോ അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഉഴുന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അരി പുറത്ത് തന്നെയാണ് വെച്ചത്. പിന്നെ നമ്മൾക്കൊരു 7 മണിക്കൂറിന് ശേഷം ഞാൻ രാത്രിയാണ് പിന്നെ അരി ആട്ടിയത്. ഒരു രാവിലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴും കേട്ടോ. പിന്നെ ഞാൻ രാത്രി എടുത്തിട്ടാണ് അത് ആട്ടി. ഇപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉലുവ ഇതാ നല്ലപോലെ നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളം കറക്റ്റായിരിക്കണം, ഒരിക്കലും വെള്ളം കൂടി പോവരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഒരു നല്ലൊരു സാമ്പാറും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ഉഴുന്നാണ് ആട്ടേണ്ടത്. ഉഴുന്നും ഉലുവയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതാ ഞാൻ ആദ്യം ഈ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് അരക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും 1/2 കപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ നമ്മൾ ഒരു കപ്പ്, ഇതിന് 1/2 കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തത്. ഇപ്പോൾ അതാ ഉഴുന്ന് നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനൊരു വലിയൊരു ബൗളിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല അല്ലേ, ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾക്ക് അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഈ ഉഴുന്ന് അരച്ച അതേ ഒരു ജാറിൽ നമ്മൾക്ക് അരിയും കൂടി ഒന്ന് ആട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ നല്ല ടൈറ്റുള്ളൊരു പാത്രത്തിൽ നമ്മൾക്ക് ഇഡ്ഡലി ചെമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ മാവ് നമ്മൾക്ക് തലേ ദിവസം അങ്ങനെ കൂട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ കുക്കറിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഉലുവയും പിന്നെ ഉഴുന്നും ചോറും കൂട്ടി അരിയും കൂടിയാണ് നമ്മൾ അരച്ചത്. ഇപ്പോൾ ഇതാ ഞാൻ അരി കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരിയിലേക്ക് ഇതാ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു. പിന്നെ ബാക്കി കൂടി കുറച്ച് അരി അരക്കാനുണ്ടായിരുന്നു. അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ നല്ലപോലെ നമ്മൾക്ക് നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അരി കൂടി അരച്ചെടുത്ത് നമ്മളെ ഉഴുന്ന് അരച്ചിട്ട് ഒഴിച്ചില്ല, ഒരു മാവിലേക്ക് തന്നെ ഇപ്പോൾ അരി അരച്ചത് കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾക്ക് അരി 2 തവണ ആയിട്ടാണ് ഞാൻ അരച്ചത്. ഒറ്റ തവണ നമ്മളെ മിക്സിൻ്റെ ജാറിൽ അങ്ങനെ അരക്കാൻ പറ്റുന്നില്ലായിരുന്നു, അരിഞ്ഞ് കിട്ടൂല. ഇപ്പോൾ 2 തവണ ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് ഇതാ മാവ് അരി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉഴുന്നൊക്കെ എടുത്തില്ലേ, ആ ഉഴുന്നെടുത്ത് അതേ 1 കപ്പിൽ ചോറ് എടുക്കണം. ഉഴുന്നും അരിയൊക്കെ അളന്നെടുത്തില്ല, 1 കപ്പ് ചോറ് നമ്മൾക്ക് ഒന്ന് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട്, കുറച്ചൊക്കെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് നല്ലപോലെ അരഞ്ഞ് കിട്ടൂലല്ലോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുക. ഞാൻ ഈ ഒരു ഇതിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്തത്.
നമ്മളെ ചോറും ഇതാ നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇഡ്ഡലിക്കൊക്കെ ഇപ്പോൾ ഇതാ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഉഴുന്നും അരിയും ചോറും എല്ലാതും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടാൻ കുറച്ചൊന്ന് ഞാനങ്ങനെ നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ കൈയൊക്കെ നല്ല കഴുകിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഇഡ്ഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലേ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ ഞാൻ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഇതാ ഈ ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നല്ല അധികം ലൂസൊന്നും ഇല്ലാതെ നമ്മൾക്ക് ഇഡ്ഡലിക്കൊക്കെ ഇതുപോലെ നല്ല കട്ടിയിലായിട്ട് നമ്മൾക്ക് വേണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി നമ്മൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഡ്ഡലി ചെമ്പിലോ കുക്കറിലോ അങ്ങനെ നല്ല ടൈറ്റുള്ളൊരു മൂടിയുള്ള ഒരു ഇതിൽ നമ്മൾക്ക് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് അതിന് മേലെ ഒരു വെയിറ്റുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനി നല്ല അടപ്പൊക്കെ ഉള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളെ ഇഡ്ഡലി മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവില്ലേ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു സാമ്പാർ കൂടി ഉണ്ടാക്കേണ്ട. അപ്പോൾ സാമ്പാറൊന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ തലേ ദിവസം ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മാവ് നല്ല പുളിച്ച് പൊങ്ങണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾക്ക് അരി ആട്ടുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അന്നിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രാവിലെയാണ് ഉപ്പിട്ട് കൊടുത്തതൊന്ന് ഇങ്ങനെ ഇളക്കിയൊരു മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വിസിലാണ് അടുപ്പിച്ചെടുത്തത്. 2 വിസിലടിച്ച് ഒന്നവിടെ ഓഫാക്കി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പാകത്തിന് ഉപ്പും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം, കുറച്ച് അത്യാവശ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പരിപ്പൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുത്തത്. ഈ ഒരു ടൈമിൽ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കൂടി പോകരുത്. പുളി കൂടിപ്പോയാൽ നമ്മളെ സാമ്പാറിൽ പുളി കൂടും. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ നേരിയൊരു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മളെ പരിപ്പ് ഇവിടെ 2 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തത്. മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു 50 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി തൊലിച്ച് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ കൂടുതൽ എടുക്കാം. ഇപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അതിൽ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾക്കൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒരു 5 മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. ഈ ഒരു സാമ്പാറുണ്ടല്ലോ ചോറിലേക്കും അപ്പത്തിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ചേർത്തിട്ട് 3 മിനിറ്റായി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ്, മൺചട്ടി ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ സിമ്മിലിടണം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ചെറിയ സ്പൂണായിട്ട് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ശ്രദ്ധിക്കണം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് സാമ്പാർ പൊടി കൂടി നമുക്ക് ചേർത്തെടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ആ മസാലേൻ്റെ ഒക്കെ പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോവോളം നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ മസാലേൻ്റെ ഒക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. പുളിവെള്ളം നല്ല ഒന്ന് തിളച്ച് വരുന്നവരെ.
ഇപ്പോൾ ഇതാ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളെ ഇത് നല്ല മസാലയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളെ ഉള്ളി സാമ്പാർ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം തിളച്ച് ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, പരിപ്പ് കൂടി നമ്മൾക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഈ കറി കുറുകി കിട്ടണമെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അല്ല കുറച്ചുകൂടി വെള്ളം വേണം, കറി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു കുറുകിയ ഒരു ചാറോട് കൂടിയുള്ള ഒരു ഉള്ളി സാമ്പാറാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി ഇതാ മല്ലിച്ചപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ഇറക്കി വെക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് കടുക് വറുക്കണം. അതിനിതാ ഒരു പാന് സ്റ്റൗവിൽ ഒഴിച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്ത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂണ് കടുക്, 1 സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ബ്രൗൺ കളർ ആയാൽ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കറിവേപ്പില ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയാൽ ഈ ഒരു വറവിട്ടത് നമുക്ക് നമ്മളെ കറിയിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കാം. കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അത് ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. അപ്പോഴാണ് ഈ വറവ് ഒക്കെ നമ്മളെ സാമ്പാറിലേക്കാണ്ട് പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ നമ്മളെ ഉപ്പൊക്കെ ഇട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിൻ്റെ മാവ്. ഇനി ഇതാ നമ്മൾക്ക് ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കാം. അതിനിതാ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടൊക്കെ എടുത്തിട്ട് അതിലേക്ക് നല്ലപോലെ ഓയിലോ വെളിച്ചെണ്ണ എന്താ നമ്മൾ എടുക്കുക അത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ അടിയിൽ പിടിക്കും. അപ്പോൾ നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം. ആദ്യം എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാനൊരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ നല്ലപോലെ വറുതി കൊടുക്കുന്നുണ്ട് എല്ലാ തട്ടിലും. പിന്നെ അതാ നമ്മളെ മാവ് ഇങ്ങനെ ഓരോ തവി കൂടുതൽ ഒഴിച്ചെടുക്കേണ്ട. ഒരു പകുതിയായിട്ട് നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അപ്പോൾ ഒരു പകുതിയായിട്ട് നമ്മൾക്ക് മാവ് എല്ലാത്തിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാനിതാ തട്ട് ഓരോന്നും ഇഡ്ഡലി ചെമ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാ തട്ടും നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ അടച്ച് വെക്കാം. അടച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി. ഇപ്പോൾ ഇതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ പഞ്ഞി പോലെയുള്ള സോഫ്റ്റായ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾക്ക് പാത്രത്തിലൊന്നും അങ്ങനെ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ലേന്ന് നല്ലപോലെ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പച്ചവെള്ളം ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് നമ്മളെ തട്ടിലൊന്നും ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് എടുക്കാൻ പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളെ സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല ഇത് എത്രത്തോളം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് മാവ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇപ്പോൾ അത് നമ്മളെ ഇഡ്ഡലി നമ്മളെ അടിപൊളി ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അവർക്ക് അസ്സലാമു അലൈക്കും. താങ്ക് യു.